ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ 60ാമത്തെ ക്ലാസ്സാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. കുഞ്ഞു പീസസ് തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്കിങ്ങനെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതെവിടെ സെയിൽ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെയൊക്കെ നീളത്തിൽ കുഞ്ഞു കുഞ്ഞു സ്ട്രിപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ളൊരു പീസ് എടുക്കുക. 1 ഇഞ്ച് വീതിയിലും നീളം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കുക. ഓക്കെ, കണ്ടല്ലോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങ് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ 2 സൈഡിലും സ്റ്റിച്ച് അങ്ങനെ ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, വീഡിയോ നല്ല ലെങ്ത്ത് കൂടും. അതുകൂടാതെ ഇതുപോലെ സ്ക്വയർ പീസിൽ കുഞ്ഞു കുഞ്ഞു പീസസ് കട്ട് ചെയ്തെടുക്കുക. ഒരേ ഷേപ്പായിരിക്കണം. നമുക്ക് ഇതിനെ ഒരു സമൂസയുടെ ഷേപ്പാക്കി മാറ്റാം. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ, കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിത് പിടിച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് A4 ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തതാണ്. നിങ്ങളുടെ കയ്യിൽ ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇതങ്ങ് ജസ്റ്റ് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തു. ഇനി സ്റ്റിച്ചിങ് മെഷീനിലോട്ട് വെക്കുകയാണ്. ഇനി ഈ ഒരു കുഞ്ഞു പീസ് സമൂസയുടെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്നറിയോ, ഇതുപോലെ തന്നെ വീണ്ടും ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ ഒരു സ്ട്രിപ്പ് അതിൻ്റെ ആ ഒരു മിഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കുറേ ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യുമ്പോഴും നമുക്ക് പേപ്പറിൽ ചെയ്യാം. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് പേപ്പർ ഇളക്കി മാറ്റാവുന്നതാണ്. ഓക്കെ, ഇനിതാ ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും ആ ഒരു സമൂസ രൂപത്തിലുള്ള ഷേപ്പ് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ സ്ട്രിപ്പും കൂടി അതിൻ്റെ മിഡിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള ഡിസൈൻസ് വേണം എന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് കുറേ അങ്ങ് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു ഒരു പാറ്റേൺ പോലെ ആക്കിയിട്ട് നമുക്ക് ഷോപ്പുകളിലോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലോത്ത് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ടൈലറിങ് ഷോപ്പിലൊക്കെ പോയിട്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ക്ലോത്ത് കളക്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞൊരു വരുമാന മാർഗം നമുക്ക് ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഫുള്ളായിട്ടങ്ങ് ചെയ്യാണ്. പിന്നെ നിങ്ങൾ പറ്റുവാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യണം. ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ID. അത് തന്നെയാണ് ടിക്ടോക്കിൻ്റെയും ID. പറ്റുവാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ ഇന്നലെ ആരോ ഒരു കമൻ്റ് ഇട്ടിട്ട് കണ്ടു, ഞാൻ ചുരിദാർ ടോപ്പിൻ്റെ ചെയ്തപ്പോൾ സ്ലിറ്റ് ശരിയായില്ല എന്ന്. നമുക്ക് അതിൻ്റെ സ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാം അവസാനം പെർഫെക്റ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾ ഈ പകുതി വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടുന്നത് നിർത്തുക. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണില്ല. നിങ്ങൾ എന്ത് ചെയ്യും, ഡൗൺലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പഴയതുപോലെ തന്നെ എൻ്റെ ചാനൽ കൊണ്ടുപോയിക്കോളാം. അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ വീഡിയോ കാണാതെ കമൻ്റ് ഇടുന്നത്, പിന്നെ അതുപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് വീഡിയോ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് എൻ്റെ ചാനലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും സബ്സ്ക്രൈബേഴ്സുള്ള ചാനലിന് വ്യൂസ് കുറവാകുമ്പോൾ അത് ചാനൽ പിന്നെ ഡൗൺ ഗ്രേഡിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇനി ഇതുപോലെയുള്ള വീഡിയോസ് നിർത്തി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുള്ളൂ. ഓക്കെ, 1-2 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ പോരാ. ഞാൻ പറഞ്ഞില്ല, കുറേ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ്. പക്ഷെ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിന് വ്യൂസ് ഇല്ലെങ്കിൽ ചാനൽ അങ്ങ് അവിടെ സ്റ്റക്കായി പോകും. അതിപ്പോഴും ആ ഒരു രീതിയിലാണ് പോകുന്നത്. മുമ്പ് ഞാൻ എന്തൊക്കെയോ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ചാനലിൻ്റെ റേറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം കുറച്ച് വീഡിയോസ് നല്ല റീച്ചായി. പിന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വീഡിയോ കാണാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ വീഡിയോ ഡയറക്റ്റ് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ആകുമ്പോൾ എനിക്ക് വ്യൂസ് കുറയുമ്പോൾ അത് ചാനൽ വീണ്ടും ഡൗൺ ഗ്രേഡിലോട്ട് പോകും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഇതുപോലുള്ള വീഡിയോസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അത്ര നിങ്ങൾ ചെയ്തു തരിക കേട്ടോ. ഓക്കെ, ഇനിതാ ഇതുപോലെ തന്നെ നമുക്ക് ഡൗണിലും ഇതേപോലെ ചെയ്യാം. ഞാനിത് പറയുമ്പോൾ എല്ലാം കൂടി അങ്ങ് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, അതും കൂടി ഞാൻ പറയുകയാണ് കേട്ടോ. പിന്നെ ഇനിതാ ഇതേപോലെ നമ്മൾ മുകളിൽ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ കുഞ്ഞു പീസ് സമൂസയുടെ ഷേപ്പിലാക്കിയിട്ട് സെയിം നമ്മൾ മുകളിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ താഴെയും ചെയ്യുന്നുണ്ട്. സ്ട്രിപ്പ് പക്ഷേ സെയിം സ്ട്രിപ്പാണ്, അഡീഷണലായിട്ടൊന്നും വെക്കുന്നില്ല. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇൻസ്റ്റഗ്രാം പറ്റുവാണെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുക. ഷോർട്ട് വീഡിയോസ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഷോർട്ട് വീഡിയോസ് ഞാൻ ഷുവറായിട്ടും അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും പോയിട്ട് കാണുക കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾ പകുതി കണ്ടിട്ട് പകുതി കമൻസിലൂടെ ചോദിക്കും, അപ്പോൾ അതിന് എനിക്ക് റിപ്ലൈ പറയാൻ പറ്റില്ല. പിന്നെ ഒരാൾ എപ്പോഴും മെസ്സേജ് ചെയ്യും, പാൻറ്റും ഷർട്ടും പഠിപ്പിക്കുമോ. നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ക്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർഡറിലേ പോവുള്ളൂ. അല്ലാതെ പകുതിയിൽ നിന്ന് പാൻറ്റും ടോപ്പും പഠിപ്പിക്കുക, അല്ലെങ്കിൽ പാൻറ്റും ഷർട്ടും പഠിപ്പിക്കുമോ, സ്കൂൾ യൂണിഫോം പഠിപ്പിക്കുമോ, ഇങ്ങനെയുള്ള കമൻസ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. നിങ്ങൾ ഏതുവരെ നമ്മുടെ ചാനലിനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം എനിക്ക് അതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ. എനിക്ക് തീരെ സമയമില്ല, പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യും, കുറേ ചേച്ചിമാർ പേഴ്സണൽ വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഈ സമയമില്ലാഞ്ഞിട്ട് പോലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്കതിൻ്റെ സപ്പോർട്ട് തരിക. ഓക്കെ, ആരും സപ്പോർട്ട് ചോദിച്ച് വാങ്ങാറില്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ വേണമെങ്കിൽ പേൾസ് സ്റ്റോൺസും ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ കുഞ്ഞു പേൾസ് മിഡിൽ സൂചിയും നൂലും വെച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, അതുകൂടി കാണിക്കാം. ഇനി ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഞാൻ പറയുമ്പോൾ ഒന്നും തോന്നരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് വ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ കുഞ്ഞ് കുറച്ച് വലുതായിട്ട് വേണം കുറച്ചും കൂടി നമ്മുടെ ചാനലിനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ. ഇപ്പോൾ കുഞ്ഞ് ചെറുതാണ്, ആൾക്ക് ഇപ്പോൾ 8 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ശ്രദ്ധ കൂടുതൽ വേണ്ട സമയമാണ്. ഞാൻ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ കാര്യം കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം അത് എൻ്റെ ഒരു ചാനലായതുകൊണ്ടാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇഷ്ടമില്ലെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ. ആവശ്യമുള്ള ഭാഗം മാത്രം നിങ്ങൾ കാണാം. ഇനി നമുക്ക് സൂചിയും നൂലും എടുത്തിട്ട് ഇതിൻ്റെ ആ രണ്ട് ഷേപ്പും ജോയിൻ ആവുന്ന ആ ഒരു ഭാഗം അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പേളൊട്ടിച്ച് കൊടുക്കണം. പിന്നെ ഇതുപോലെ അടിയിൽ അതെ നീളത്തിൽ തുണി കട്ട് ചെയ്തിട്ട് അടിയിലും വെച്ച് കൊടുക്കണത് ഇതുപോലെ കേട്ടോ. ഞാൻ എന്താ ഇവിടെ കാണിക്കുന്നുണ്ട്. അടിയിൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വീതിയിൽ പിന്നെ സെയിം നീളത്തിലും ക്ലോത്ത് കട്ട് ചെയ്തിട്ട് അടിയിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളുത്ത നൂലാണ്. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളെടുക്കുമ്പോൾ സെയിം ക്ലോത്ത് ഏതാണോ എടുക്കുന്നത് അതിൻ്റെ അതേ കളർ എടുക്കുക. അടിയിൽ വെച്ച തുണി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക. ഓക്കെ, ഞാനത് കറക്റ്റ് ഷേപ്പൊന്നും കട്ട് ചെയ്തിട്ടില്ല. നിങ്ങളത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു തുണി പീസ് വെച്ച് അടിയിൽ സ്റ്റിച്ച് ചെയ്തെന്നേ ഉള്ളൂ. ഇനി ജസ്റ്റ് നമുക്കിതൊന്ന് മടക്കി തയ്ക്കാം കേട്ടോ. നമ്മൾ തയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ഷേപ്പ് അങ്ങ് കൊണ്ടുവന്നാൽ മതി. ഇതുപോലെ അങ്ങ് വെച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾ ചെയ്യുമ്പോൾ സെയിം ബ്ലൂ കളർ തന്നെ നൂലെടുക്കുക കേട്ടോ. ഞാൻ വൈറ്റാണ് എടുത്തത്. നിങ്ങൾക്ക് സ്റ്റിച്ച് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. മെല്ലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോയാൽ മതി. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. ഇത് സ്റ്റിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗം കൂടി ചെയ്യാം. ഗം യൂസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ചെയ്യാം. പല പല ഡിസൈൻ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഇത് സൽവാറിൻ്റെ നെക്കിനും അതേപോലെ സ്ലീവിനും പാൻറ്റിൻ്റെ താഴെ ആ ഡൗൺ പോർഷൻ ആ ബോട്ടം അവിടെയും ഇതൊക്കെ ഇതുപോലെയുള്ളത് ഫിക്സ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി മറ്റേ സൈഡും ഇതുപോലെ തുണി പീസ് വെച്ചിട്ട് അത് ജോയിൻ ചെയ്യുക, എന്നിട്ട് അത് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അത് ഞാൻ കാണിക്കുന്നില്ല. അതൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത് അങ്ങ് കൂടും. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള പേൾ അല്ലെങ്കിൽ സ്റ്റോൺസ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. സൂചിയും നൂലെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ.
ഇതുപോലെ അങ്ങ് എടുത്തിട്ട് സൂചിയും നൂലും എടുത്തിട്ട് ആ ഒരു മിഡിലായിട്ട് ഇതുപോലെയുള്ള പേൾസ് അല്ലെങ്കിൽ സ്റ്റോൺസ് എന്തെങ്കിലും നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് വെച്ച് കൊടുക്കുക എന്നുള്ളത്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ പേപ്പർ ടച്ച് ചെയ്യാത്ത രീതിയിൽ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഷുവറായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതുപോലെയുള്ളത് കുറേ പീസസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് നോക്കുക, നല്ല രീതിയിൽ നമുക്ക് ഇൻകം കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലോട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.